ചതുരാഗിരി. ചതുരാഗിരി ചതുരാഗിരി ചതുരഗിരി ഇത് കടുത്തായിരുന്നല്ലേ? വഴി 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 ഇതിപ്പോ നമുക്ക് സ്ഥലമൊന്നും അറിയത്തില്ല, ജസ്റ്റ് ഒന്ന് കാണാനും ഇത് ഒന്ന് അറിയാനും ഒക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുക ഈ മലയുടെ മണ്ടയിൽ കൂടെ. താഴോട്ട് നല്ല കൊക്കയാണ്, അതേപോലെ ഈ സൈഡും നല്ല കൊക്കയാണ്. ഈ സൈഡ് കണ്ടോ, ഈ സൈഡ് കണ്ടോ, ഈ സൈഡ് നല്ല കൊക്കയാണ്. അപ്പോൾ നമുക്ക് ഒരു സ്ട്രെയിറ്റ് ലൈനുണ്ട്, ഒരു ബെൽറ്റ് പിടിച്ച് കണക്ക് നടക്കാം, അതേ പറ്റുള്ളൂ. എനിക്ക് അങ്ങനെ ഒരു മെസ്സേജ് ഇട്ടായിരുന്നു. ഇല്ലെന്നെ അത് കുഴപ്പമില്ല, അവൻ വരാണ്ടിരിക്കുന്നതൊന്നുമല്ല. ജയേഷൻ അങ്ങനെ ഒഴിവാകുന്നതൊന്നുമല്ല, വരുന്നതാണ് എല്ലാത്തിനും. അത്യാവശ്യം ആയതുകൊണ്ടായിരിക്കുമല്ലോ. ഇനി നമുക്ക് ഇതുവഴി ഇങ്ങനെ പിടിച്ചൊക്കെ കയറി പോവാം. ഇവരെ വന്ന് കൂട്ടാല്ലേ? മനോട്ട് നിങ്ങളൊരു 2 ദിവസത്തേക്കേ തിരുവനന്തപുരത്ത് വരണം. തിരുവനന്തപുരത്ത് നമുക്ക് കുറച്ച് സ്ഥലങ്ങളുണ്ട്, കിടുക്കൻ സ്ഥലങ്ങൾ. മഴക്കാലം ആവാൻ നേരത്തെ മഴക്കാലം അന്ന് ഞാനൊരു വലിയ പൊന്തക്കാടിനകത്തോട്ടൊക്കെ ചാടി ഇറങ്ങുന്നൊക്കെ ഒരു വീഡിയോ ഇട്ടില്ലായിരുന്നോ? അതൊക്കെ പോവാം. ആനക്കൽ മല നമുക്കിങ്ങനെ പോയി അങ്ങ് പോവാ. അവര് ഇപ്പോഴും അവിടെ നിൽക്കുന്നേ ഉള്ളൂ. എടാ നിങ്ങൾ കാണുന്നുണ്ടോ നമ്മളെ? കാണുന്നുണ്ട്. വന്നൂടായിരുന്നോ? നല്ല കിടുക്കം വഴിയല്ലേ? പോകുന്ന കണ്ടിട്ട് തോന്നില്ല, നല്ല കിടുക്കം വഴിയാ, നല്ല സെറ്റപ്പാ ഇവിടെ, അടിപൊളി. അതൊരു ഇറക്കമായിരുന്നു, അതാണ് നിങ്ങൾ നമ്മളെ കാണാത്തത്. നമ്മളവിടെ എല്ലാം നേരെ ചാടി വന്നു, ഒന്നിലും എവിടെയും വളഞ്ഞാൻ തിരിഞ്ഞൊന്നുമില്ല. നേരെ നിങ്ങൾ അവിടെ നിന്ന് എങ്ങനെ കാണുന്നു അതേപോലെ തന്നെ വന്നു. മിക്കവാറും നമ്മളിപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യേണ്ടി വരും. ഇതൊരു ഡെഡ് എൻഡിലോട്ടാണ് എത്തുന്നത്. പക്ഷെ നമ്മൾ വിടില്ല. മൗണ്ട് എവറസ്റ്റിന്റെ പ്രീ മൺസൂൺ ട്രക്ക്. വണ്ണപ്പുറം ഉടുമ്പന്നൂർ ഇവിടെ അല്ല. ഉടുമ്പന്നൂർ നമ്മൾ ഇങ്ങ് പോയിട്ട് അങ്ങ് വരും, ആ ഭാഗത്ത് വരും. ഉടുമ്പന്നൂർ എങ്ങനെ വരും എന്നറിയാമോ? അങ്ങ് വരും, അവിടെയാണ് ഉടുമ്പന്നൂർ വരുന്നത്. അതായത് നമ്മൾ മീനുളിയം പാറയാണ് ആ കാണുന്നത്. മീനുളിയം പാറയുടെ സൈഡ് വഴിയാണ് നമ്മൾ മക്കുള്ളിയിലോട്ടോ അങ്ങോട്ട് പോകുന്നത്. അവിടുന്ന് മക്കുള്ളി ക്രോസ് ചെയ്ത് അപ്പുറത്ത് ഇറങ്ങുന്നതാണ് ഉടുമ്പന്നൂർ. അപ്പൊ അങ്ങ് വേളൂർ ഉടുമ്പന്നൂർ അങ്ങ് വരും. പിന്നെ അപ്പൊ ഇത് വരുന്നത് എന്തായിരിക്കും? വണ്ണപ്പുറം ഞാറക്കാട്, അത്രയും മതി. തൽക്കാലം അത്രയും മതി. അപ്പൊ ഞാൻ ഇവിടുന്ന് താഴോട്ടിറങ്ങി നമ്മൾ അങ്ങ് പോകണം, അതാണ് സീൻ. സെറ്റാണ്. വാ ഓടിയോ നമ്മൾ പോകാൻ പോകുന്ന അങ്ങ് ആ അറ്റമാണ്. പോവാം, വാ ഓടിയോ.
ക്യാമറമാൻ കൂടെ ചാർത്തി. ആ കുലുക്കമൊക്കെ മാറിക്കോളൂ. മനോട്ടാ വായോ. പാറപ്പുറത്തൂടെ ഓടാൻ നല്ല രസമുണ്ടല്ലേ. പാറപ്പുറത്തൂടെ വീണ പല്ലൊന്നും കാണില്ല. വാക്കി ടോക്കി പോയി. വാക്കി ടോക്കി താഴെ വീണിരിക്കുകയാണ് ഗായ്സ്. കണ്ടോ നമ്മളങ്ങനെ നമ്മൾ വന്നത് അവിടുന്ന് കാണുന്നുണ്ടോ അങ്ങറ്റം. ഇവിടുന്ന് നിങ്ങൾ ഈ കാണുന്ന മലയുടെ ഏറ്റവും ലാസ്റ്റ് നിന്നാണ് വന്നേ. ഞാനും മനോട്ടും ഹർലായിട്ടും മാത്രം. വേറെ രണ്ടുപേരുണ്ട്. രണ്ടുപേരും അവിടെ പഴം വിഴിയാണ്. അവർ പറയുന്നത് എന്താ വെച്ചാൽ അവിടെ കാണുന്ന തന്നെ അല്ലേ ഇവിടെയും കാണുന്നതെന്നാണ് അവർ ചോദിക്കുന്നത്. ആ ചോദ്യത്തിന് മുന്നിൽ നമ്മൾ ഒന്നും പറഞ്ഞില്ല. ഞങ്ങൾക്ക് ഇനിയും പോകാനായിട്ട് മുന്നോട്ട് സ്ഥലങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. സ്ഥലമല്ല, ഇപ്പം നമ്മൾ വന്ന് നടന്ന് തുടങ്ങുന്നതിൻ്റെ ആ ഒരു ഏരിയ കഴിഞ്ഞില്ല. ഇതിങ്ങനെ ഒരു ബെൽറ്റ് കണക്ക് മുന്നോട്ട് കിടക്കുക. അപ്പോൾ കാണുമ്പോൾ കയറാതിരിക്കാൻ തോന്നുന്നില്ല. അങ്ങനെ വന്ന് ഇപ്പോൾ ലാസ്റ്റ് അവസാനം എത്താനായി. പക്ഷേ ഈ മറ്റേ മലയുടെ മുകളിലോട്ട് കയറേണ്ടി വന്ന, അതായത് കാറ്റാടി പറമ്പോ, ആ മലയുടെ മുകളിലോട്ട് കയറേണ്ടി വന്നതിൻ്റെ കൂടുതൽ നമ്മളിപ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടെ നടന്നിട്ടുണ്ട്. നടക്കല്ലായിരുന്നു, നമ്മൾ ഓടി വന്നു. ഈ ഒരു കുറച്ച് ഭാഗം മാത്രമേ ഇങ്ങനെ നിരപ്പിനുള്ളൂ. ബാക്കി അങ്ങോട്ട് ഈ നല്ല കുത്തു ചേരുവ. ഇതുണ്ടോ, ഇതിങ്ങനെ കുത്തു ചേരുവ കണ്ടോ. ഇവിടുന്ന് ഞാനൊരു കല്ല് ഇപ്പോഴിട്ട കണ്ടോ, അങ്ങനെ പോകുന്ന കുത്തു ചേരുവ. ഈ സൈഡല്ല, ഈ നമ്മളീ നടന്നു പോകുന്ന ഈ ഒരു ഭാഗം മാത്രമാണ് ചെറിയൊരു വീതി ഉണ്ടായിരിക്കുന്ന സ്ഥലം. ഞങ്ങൾ സൂര്യോദയം കാണാൻ വന്ന സൂര്യനാണിപ്പോൾ നമ്മുടെ തലയുടെ മുകളിൽ. അതെ, ആയില്ല 8 മണിയല്ലേ, നമുക്ക് 9 മണിയാകുമ്പോൾ തിരിച്ചങ്ങ് എത്തണം. നമ്മളിപ്പോൾ എവിടെ എത്തി? പുല്ല് എത്താനായിരിക്കില്ല, പശു വന്നാലോ. പുല്ല് എത്താനായിട്ട് അവർ ഒരു കഷ്ണം മാത്രം ചെത്തിക്കൊണ്ടു പോകും. ചെത്തി വെച്ചേക്കോ, പശു മുറിച്ച് വെക്കൂല്ലോ. നമ്മൾ നടന്നിട്ട് തീരുന്നില്ല ഇത്. നമ്മൾ ഇനിയുണ്ട്. ഇനി അവിടെയാണ് ഇനി കുറച്ചുകൂടെ ബാക്കിയുണ്ട്. നമ്മൾ കണ്ടോ, ആ കാണുന്നതിൻ്റെ അതിൻ്റെ പിറകിലുള്ള മലയിൽ വരുന്നത്. പക്ഷേ ഇത് നമ്മളൊരു എൻ്റെ പ്രതീക്ഷിച്ചു ഇപ്പം തീരുമെന്ന്. പക്ഷേ വരുന്തോറും മുന്നോട്ട് ഇങ്ങനെ നീണ്ടു കിടക്കുക. ഒരു വഴിയുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഇതുവഴി ആൾ നടപ്പുണ്ട് എന്ന് കരുതിയിട്ടാണ്. വഴി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കയറാൻ വേണ്ടി തന്നെ വന്നത്. പക്ഷേ ഒരു നടപ്പുവഴി ഇതിൻ്റെ മുകളിൽ കൂടെ ഉണ്ട്. അവിടുന്ന് ഇതിൻ്റെ ഏറ്റവും അവസാനം വരെ ഒന്ന് പോകാം എന്ന് വിചാരിച്ച് പോവാ. നോക്കട്ടെ എവിടം വരെ എത്തുമെന്ന് അറിയാലോ. നമ്മളിപ്പോൾ ഏറ്റവും അവസാനം എത്താനായി. അതായത് നമ്മളീ പറയുന്ന മലയുടെ ഈ തുമ്പിതുള്ളും മലയുടെ ഏറ്റവും അറ്റത്തോട്ടെത്തി. ഇവിടുന്ന് ഇനി അങ്ങോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതായിരിക്കണം ഒരു ലാസ്റ്റ് പോയിന്റ്. അതാണ് കോട്ടപ്പാറ. അതല്ല, ഇതിൻ്റെ അപ്പുറമാണ് കോട്ടപ്പാറ. അപ്പം ഇതിൻ്റെ അപ്പുറം സൈഡ് വരും കോട്ടപ്പാറ വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന മുന്നിൽ കാണുന്ന മലയുടെ പിറകുവശം, അപ്പുറവശം വരുന്നത്. നമ്മൾ സത്യം പറഞ്ഞാൽ ഇവിടെ അല്ല, ഇനിയും പോവാല്ലേ, മുന്നോട്ട് പോവാം. അല്ല, മരം കാണാൻ അങ്ങോട്ട് കയറുമ്പോഴത്തേക്ക് വലിയ മരത്തിന്റെ അടിയിൽ കൂടെ ആയിരിക്കും നമ്മൾ പോകുന്നത്. നമ്മൾ ഒരു കാട് ഫീൽ കിട്ടൂലേ.
നമുക്ക് നമുക്കൊരു കാട് ഫീലല്ലേ ആവശ്യം. അല്ല ഇവിടുന്ന് തിരിച്ച് കയറിയിട്ട് നമുക്ക് 9 മണിയുടെ കാര്യം ആലോചിക്കാം. ഇത് മനേട്ടാ ഇങ്ങോട്ട് ഓടിയാണ് വന്നത്, തിരിച്ചിനി എഴയും. ഒരു ഇവര് ഇതുവഴി തിരിച്ചിറങ്ങാന്നൊക്കെയാ പറയുന്നത്. നടപ്പ് കേസൊന്നുമല്ല, ഇവരുടെ ഒരു മറ്റ് കേസത്. നല്ല കാട്, എന്തൊക്കെയോ മരങ്ങൾ, പേരറിയാത്ത എന്തൊക്കെയോ മരങ്ങളൊക്കെ നിൽപ്പുണ്ട്. ഈ സൈഡ് കൃഷിയോ റവന്യൂയോ എന്തൊക്കെയാണെന്ന് തോന്നുന്നു. അപ്പുറത്തോട്ട് കാടാണെന്ന് തോന്നുന്നു. നമ്മളെന്തായാലും അങ്ങോട്ട് ഇറങ്ങുന്നില്ല. ചെരുപ്പ് തെന്നിപ്പോയി. ഇപ്പോൾ പോകാനേ അപ്പുറം. ഇതാ കാട് കണ്ടോ, കിടുക്കൻ കാടല്ലേ. കാട് കണ്ടോ, താഴോട്ട് നല്ല അധികം ആരും ഇറങ്ങിയിട്ടൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇവിടെ ആരൊക്കെ ഒന്ന് തെളിച്ചിട്ടുണ്ട്. അണ്ട് ഈ കമ്പൊക്കെ വെട്ടിയേക്കുന്നു, അതിൻ്റെത് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. എന്തുകൂടെ എങ്ങോട്ടാ പോന്നേ? താഴോട്ട് മനയുടെ താഴോട്ട് തന്നെ പോകാന്നാണ് പറയുന്നത് പുള്ളിക്ക്. ഒറ്റ വാശി, ഈ കാട്ടിൽ കയറാണ്ട് പോവാ നിങ്ങൾ. ഇത്രയും നല്ല തണുപ്പുള്ള കാട്ടിൽ പുറത്തിറങ്ങാനായിട്ട് വഴി അറിയാണ്ട് ഇതിനകത്തൂടെയൊക്കെ കറങ്ങി വഴി തിരക്കി നടക്കും. നോക്കി എവിടെ ചരിവുണ്ട്? അവിടെ ചരിവല്ലേ ഉള്ളൂ, വഴിയില്ലല്ലോ. അത് എങ്ങോട്ടിറങ്ങാനാ? ആ മലയുടെ ആ സൈഡിൽ ഇറങ്ങിയാൽ പറ്റൂലെന്ന്. അല്ലെന്ന് ഈ സൈഡ് വണ്ടി വന്ന് നിൽക്കുന്നുണ്ട്, പക്ഷെ ആ മല ചുറ്റി ഇപ്പുറത്ത് വരണം. നമ്മൾ ഈ സൈഡിൽ ഇറങ്ങിയാൽ ഇപ്പുറത്താണ്, നമ്മൾ ഈ സൈഡിൽ കൂടെയാണ് കയറി വന്നത്. അല്ലല്ല, ആ റോഡ് ഇങ്ങോട്ടല്ല വരുന്നത്, ആ റോഡ് നേരെ വളരെ അങ്ങോട്ടാണ് പോകുന്നത്. ഈ സൈഡിൽ വരൂല, ഇത് മീനുളിയന്മാരൻ്റെ ആ സൈഡാണ്. അങ്ങോട്ട് വഴി ഇതാണ് വള്ളിച്ചൂരിൽ. ഇതുണ്ടോ, ഇതിനകത്തുനിന്നാണ് നമ്മൾ ചൂരിലെടുക്കുന്നത്. ഇത് ഇത് നല്ല എന്തോ ഒരു സംഭവമാണ്. വാ, ഇതിനകത്തൊക്കെ കയറി നോക്കാം. ആദിമ മനുഷ്യൻ അപ്പിരുന്ന സ്ഥലം അത്. ഇത് അത്തിമരമാണ്. അത്തിപ്പഴമില്ല. ഇത് മറ്റേ ഇതാണ്, ഈറയാണ്. കയ്യിലിരുന്ന് ഒടിഞ്ഞാൽ കൈ കീറി പോവേ. നമുക്കേ ഈ പാറയുടെ മുകളിൽ കയറാം. ഈ പാറയുടെ മുകളിൽ കയറിയാലോ? ആ മരത്തിൽ കൂടെ കയറാം. എന്ത് പറയുന്നു? അതെ, മനോട്ട കയറുവാണോ? ഇതൊന്ന് കയ്യിൽ വെച്ചോ, അത് വീഴണ്ട. പറമ്പിലെ ചേട്ടൻ കേറിയിരിക്കാണ് ഗൈസ്. ഞാൻ കേറിയിരിക്കാൻ കാണുന്നുണ്ടോ? കേറി ഞാൻ കേറി. ഇതാണ് 70-ന്റെ 60-ന്റെ കുന്തളിപ്പ്. കേറുക. ഡ്രോണൊന്നുമില്ല. കേറുക. കീഴടക്കിയിരിക്കണം. മൗണ്ട് എവറസ്റ്റ് ബേസ് ക്യാമ്പ് കീഴടക്കിയിരിക്കുന്നു. അടുത്ത ആള് കേറി വരൂ. നമ്മളിപ്പോ കേറിയിട്ട് വിളിക്കാറേ. അങ്ങനെ നമ്മളെ അങ്ങനെ എത്തിയിരിക്കണം. അതിന് ഉണ്ടല്ലേ വേണേ നമുക്ക് കയറാം, എവിടെ വേണേലും കയറാം. നമ്മളെ എവിടെയൊക്കെ എത്തി. നമുക്കേ നിങ്ങളിപ്പോ അവിടെ നില്ല്. നമ്മളിപ്പോ എവിടെയോ ഏതോ ഒരു സ്ഥലത്ത്. ഇത് മറ്റേ അത്തിമരമാണേ. ഞാനതിൽ പോയിക്കോളാം. അത്തിമരമാണ് ഈ പാറ കേട്ടോ. ഈ പാറയുടെ മുകളിൽ കയറണമെന്ന് വിചാരിച്ചു, പക്ഷെ അവിടെ കയറാൻ പറ്റിയില്ല. പക്ഷെ അതിനേക്കാളും വേറെ കിടുക്കം പാറ വേറെ കയറി. നമ്മൾ നാണ്ട് ഇവിടെ നിൽക്കുന്നുണ്ടോ ഇങ്ങനെ. പാറപ്പുറത്ത് കയറിയിട്ട് തിരിച്ചിറങ്ങാൻ വഴിയില്ലാണ്ട് ശങ്കിച്ച് നിൽക്കുന്ന ആൾക്കാരാണ് കണ്ടോ. ഈറ്റക്കമ്പിലൂടെ ചവിട്ടി ഇറങ്ങാന്നൊക്കെ വിചാരിച്ചോണ്ട് കണ്ടോ പാറപ്പുറത്ത് കയറിപ്പോയി. താഴെ കുഴി, ഇനി എങ്ങനെ ഇറങ്ങാമെന്ന് ഒരു ഐഡിയ ഇല്ലാണ്ട്
ഈറയൊക്കെ വലിച്ചു ആ ഈറയിൽ പിടിക്കരുതേ, ഈറ ഒടിയരുത്. ഈറ ഒടിഞ്ഞ് കയ്യിൽ നിന്നാൽ ഈറ കൈ കീറും. ആ ഇനി അതിൽ പിടിച്ചോണ്ട് ഒറ്റ ചാടം അങ്ങ് അപ്പുറം ചാടിയാൽ മതി. പാടൊന്നുമില്ല. നമ്മൾ മുങ്ങാങ്കുഴിയിടാൻ ചാടൂല, അത്തേ ഉളങ്ങ് ചാടിക്കോ. ചാട് അമ്പട. ആ അത്രേ ഉള്ളൂ, ചവിട്ടി ഓടിച്ചാൽ അത്രേ ഉള്ളൂ, കഴിഞ്ഞ കാര്യം. ആ എന്തോ ഒരു ഭാഗ്യം കേട്ടോ, പിറകിലൊരു കമ്പുണ്ടായിരുന്നു, പൊത്ത് കയറാത്തത് ഭാഗ്യം. ആ ചവിട്ടി അങ്ങ് ഒരാണയെ പോലെ. ആ സമ്മതിച്ചു. അതെ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ കൂടെ 3-4 പേരുണ്ടായിരുന്നു. അത് നമ്മൾ മാത്രമാണ് ഏറ്റവും സാഹസികമായിട്ട് വന്നതും ഇറങ്ങിയതല്ല. ഈ പാറപ്പുറത്ത് കയറിയിട്ട് ഇറങ്ങാൻ അപ്പുറത്ത് നല്ല കുറച്ചുകൂടെ ആയാസകരമായിട്ടുള്ള വഴി ഉണ്ടെങ്കിലും എൻ്റെ കുത്തിക്കിടപ്പിനെ അതൊരു ചാടമാണ്. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള കാര്യം ഇത് കഴിഞ്ഞിട്ട് പറയാം. അമ്മേ എത്തിയിരിക്കുകയാണ്. വിജയിച്ചു. നമ്മള് 8:15 ഇനി 8:15 വൈകുന്നേരം ഉണ്ടാവുള്ളൂ. നമ്മളിപ്പോൾ പോയി ഏറ്റവും അവസാനം എത്തി തിരിച്ചു വരുവാണ്. കാര്യം എന്താ വെച്ചാൽ ഇവർ 2 പേര് തിരിച്ച് അതേ വഴി ഇറങ്ങുമെന്ന് പറഞ്ഞു. പക്ഷെ നടക്കുന്ന കേസല്ല, നടക്കും കുഴപ്പമൊന്നുമില്ല. പക്ഷെ വൈകുന്നേരമോ നമുക്ക് ഇന്ന് തന്നെ അത്യാവശ്യമായിട്ട് 1-2 മലകളിലും കൂടെ കയറാനുള്ളതുകൊണ്ട് തിരിച്ചു പോയേ പറ്റുള്ളൂ. അപ്പോൾ റിസ്ക് എടുക്കാൻ പറ്റില്ല. റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അതുകൊണ്ട് മാത്രമല്ല, ഇതിനേക്കാളും റിസ്ക് ഉള്ള സ്ഥലത്തോട്ട് നമ്മളിനി പോകാൻ പോകണ്ടോ. അപ്പോൾ അവിടുത്തെ റിസ്ക് ആണോ ഇവിടുത്തെ റിസ്ക് ആണോ വലുതെന്നുള്ളൊരു സംശയം. ഞങ്ങൾ തിരിച്ചു പോവാണ്. അത് തുള്ളും പാറയാണ് ആ കാണുന്നത്. തിരിച്ചു പോവാണ്. സെറ്റായിരുന്നു, അടിപൊളിയായിരുന്നു. വഴി അറിഞ്ഞുകൂടാണ്ട് ഓടി ഇതിനകത്തൂടെ ഓടി ചാടി മരിച്ച് ഇനിയിപ്പോൾ വഴി അറിയില്ല എന്ന് മനസ്സിലായിട്ട് തിരിച്ച് വന്ന വഴി തന്നെ തിരിച്ചു പോവാം. ഞാനിപ്പോൾ എൻ്റെ കൂടെ ഉള്ളവരെക്കാളും കുറച്ച് മുന്നോട്ട് വന്നു. അവർ നടന്നു വരുന്നതേ ഉള്ളൂ. ഇതുണ്ടോ, ഈ സ്ട്രെച്ചിൻ്റെ ഏറ്റവും അവസാനമാണ് നമ്മൾ പോയത്. എൻ്റെ കൂടെ ഉള്ളവർ വരുന്നവർ ഇതിൻ്റെ താഴെയാണ്. ഈ താഴെ കാണുന്നതാണ് വണ്ണപ്പുറം എന്നൊക്കെ പറയുന്ന സ്ഥലം. വേറെ എന്തൊക്കെയാണ് പേരുണ്ടായിരിക്കും, സ്ഥലത്തിൻ്റെ പേരൊന്നും അറിയത്തില്ല. ഇതെവിടെയാണെന്ന് അറിയത്തില്ല, ഈ ഭാഗം. പക്ഷെ ഇവിടെ നല്ല കൊക്കയാണ്. ഇതുണ്ടോ, കാട് നല്ല കുഴിയാണ്. പക്ഷേ മൊത്തം പച്ചപ്പ്, മല, സെറ്റ് സ്ഥലം. താഴത്ത് കൃഷിഭൂമിയൊക്കെ ഉണ്ട്, കമുകൊക്കെ ഉണ്ട്, താഴെ റബ്ബറുണ്ട്. അപ്പോൾ ഇന്ന് ആരെങ്കിലുമൊക്കെ കാണും, വീട് കാണും, വഴി കാണും. പക്ഷെ നമുക്ക് ആ വഴി അറിയത്തില്ല, റോഡും അറിയത്തില്ല. ഇവിടെ അങ്ങോട്ട് എത്താൻ പറ്റും. അവിടെ ഒരു ചെറിയ ടൗൺ പോലെ കാണുന്നുണ്ട്. അവിടെ എത്തണമെങ്കിൽ വൈകുന്നേരം ഉച്ച കഴിയും, വൈകുന്നേരം ആവും. ആ മലയുടെ മണ്ടയിലാണ് നമ്മുടെ കൂടെ വന്ന് 2 പേര് വെയിറ്റ് ചെയ്യാൻ. ഇതുണ്ടോ, ഇതിനകത്ത് നല്ല കുഴിയാണ്. ഈ ഒരു സൈഡ് നല്ല ഷാർപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന കണക്കാണ് ഇവിടുന്ന് താഴോട്ടുള്ള കുഴി. അതേസമയം ഇപ്പുറത്തെ സൈഡ് നല്ല സ്ലോപ്പാണ്. ഇത് കണ്ടോ, ഈ സൈഡ് അവിടെ കാണുന്നുണ്ടോ, അതുപോലെ പാറ ഇങ്ങനെ തൂക്കായിട്ടുള്ള ചരിവാണ് ഇവിടെ എല്ലാം. ഈ സൈഡ് അതായത് ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ ഇടതുവശത്താണ് അങ്ങനെയുള്ളതും, സ്ലോപ്പായിട്ടുള്ള ചരിവ്. ഇതിൻ്റെ മുകളിൽ നമുക്ക് നടന്നു പോകാനുള്ള വീതിക്കുള്ള വഴിയല്ല, പുല്ല് കണക്കൊക്കെ ഉണ്ട്. ഇതുണ്ടോ, ഞാനിത് ആ ഞങ്ങളങ്ങനെ തിരിച്ചു പോകുന്ന വഴിയാണ്. ആ കാണുന്ന എത്താനായി. ഇനി വളരെയധികം ദൂരമില്ല, വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ, 2-3 കിലോമീറ്റർ ഇല്ല. ഇനി മാക്സിമം പോയാൽ ഇവിടെ നിന്നൊരു 200 മീറ്റർ, അത്രേ ഉള്ളൂ. ചെറിയ ദൂരമേ ഉള്ളൂ, എത്തി എന്തായാലും. രാവിലെ ഒന്നും കഴിച്ചില്ല, വെറും വയറ്റില്ല, നല്ല വിശപ്പുണ്ടാവും ഓടുന്നത്.
അതിലെ ജഗതി പടയപ്പ. നമ്മുടെ ഇൻസ്പിറേഷൻസ് ആണ് മണ്ടക്കിരിക്കുന്നത്. ഇവരില്ലാതെ നമ്മൾ അതോടെ ഇറങ്ങിപ്പോയത്. അവര് നശിപ്പിച്ചത്. അങ്ങനെ നമ്മുടെ വരാത്ത ടീമിൻ്റെ അടുത്തെത്തി. രണ്ടുപേരും ഇവിടെ 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 രണ്ടുപേരും ഇവിടെ ഇരുന്ന് സമയം കളഞ്ഞല്ലാണ്ട് ഒരു പണി എടുത്തില്ല. ഒരു കുപ്പി വെള്ളം ഉണ്ടായിരുന്നു, അതും കുടിച്ചു തീർത്തു. നമുക്ക് കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ല. ഇരിക്കുന്നൊരു യോധയിലെ 2 അപ്പക്കൂട്ടം ഇരിക്കുന്നത്. ഒരാളവിടെ അപ്പൂട്ടൻ ക്ഷീണമായോ? ഇരിക്കണ്ടവാ, പോവാൻ പറ. ഒന്ന് ഇത് കാണുന്നുണ്ടോ? ആ സൈഡ് കാണുന്നതിൻ്റെ അങ്ങറ്റമാണ് നമ്മൾ പോയത്. ഈ ഏറ്റവും അവസാനം കാണാൻ പറ്റത്തില്ല. അവിടുത്തെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം കാടാ. ആ കാട്ടിലോട്ട് ഇറങ്ങി പിന്നെ ഏതോ പാറയിലൊക്കെ വലിഞ്ഞ് കടിച്ച് ഇവിടെ കാടിനിടയിൽ കൂടെ തുള്ളി ഒക്കെയാണ് തിരിച്ചു വന്നത്. സെറ്റായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ചിറങ്ങുവാണ്. നമ്മുടെ എക്സ്പെഡിഷൻ തുമ്പിതുള്ളും മല അല്ലെങ്കിൽ കാറ്റാടി പറമ്പ് കഴിഞ്ഞിരിക്കുകയാണ്. കാറ്റാടി പറമ്പ് മാറിപ്പോയിട്ടോ, സോറി. വേറെ ടീമൊക്കെ അപ്പുറത്ത് വന്നിട്ടുണ്ട്. നമ്മൾ അവരെ കാണാൻ വേണ്ടി വന്നേ, അല്ല അവർ സ്ഥലം കാണാൻ വേണ്ടി വന്നതാണ്. എന്തായാലും നമ്മൾ തിരിച്ചിറങ്ങുവാണ്. തുമ്പിതുള്ളും മല, കാറ്റാടി കടവ്. കിടുക്കൻ എക്സ്പീരിയൻസ് ആയിരുന്നു. വെറുതെ വന്ന് കാണുകയല്ല വേണ്ടത്, ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. എക്സ്പീരിയൻസ് പറഞ്ഞാൽ എക്സ്പ്ലോർ ചെയ്യണം. ഇവിടെ വന്നിട്ട് അങ്ങ് അർമാദിക്കണം. പക്ഷേ നിങ്ങൾക്കോ ഇവിടെ പ്രകൃതിക്ക് ഒരു ദോഷം ഉണ്ടാക്കാത്ത രീതിയിൽ വേണം അർമാദിക്കാൻ. എന്നിട്ട് നിങ്ങൾ തിരിച്ചു പോക്കോ. സെറ്റ് സ്ഥലമാണ്. രാവിലെ വരണം, ഉച്ചയ്ക്കൊന്നും വരരുത്, മുടിഞ്ഞ വെയിലായിരിക്കും. രാവിലെ 5:30-6 മണിക്കൊക്കെ വന്നാൽ ഇവിടെ നല്ല കിണ്ണം കാച്ചി സൂര്യോദയം കാണാൻ പറ്റുമേ. അത് കാറ്റാടി പറമ്പിലല്ല, കാറ്റാടി കടവിലല്ല, ഇപ്പുറത്ത് നമ്മുടെ തുമ്പിയുള്ള മലയിൽ കയറിയാൽ സൂര്യോദയം നല്ല രീതിയിൽ കാണാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇവിടെയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് ഒരു 8-9 മണിയാകുമ്പോൾ തിരിച്ചു പോകുന്ന രീതിയിൽ പോക്കോ. അത്യാവശ്യം വെള്ളം കൊണ്ടുവരണം. നല്ല വെയിലുള്ള സ്ഥലമാണ്, പക്ഷേ നല്ല കിടു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഈ വഴിയാണ് നമ്മൾ തിരിച്ചു വന്നത്. ഇല്ല, ഈ വഴിയാണ് നമ്മളിപ്പോൾ ഇറങ്ങി വന്നത്. അതായത് കാറ്റാടി പറമ്പെന്ന് എപ്പോഴും വരുള്ളൂ. കാറ്റാടി കടവെന്ന് നമ്മൾ വന്ന വഴിയാണിത്. ഇങ്ങോട്ട് വന്ന വഴി ഇതാണ്. ഈ ഒരു സ്ട്രെച്ചാണ് ഇങ്ങനെ ഇറങ്ങി വരാനുള്ളത്. ഇത് ഇറങ്ങി വന്ന് അങ്ങനെ കയറുമ്പോൾ തുമ്പിതുള്ളും പാറ. ഇത് കാറ്റാടിക്കടവ്. അപ്പോൾ ഇതുണ്ടോ, വരുന്നവരാരും പ്ലാസ്റ്റിക് കുപ്പികളൊന്നും കൊണ്ടുവരരുത്. നിങ്ങൾ വെള്ളം കുടിക്കുകയാണെങ്കിൽ അത് കൊണ്ടുപോകണേ തിരിച്ച്. എനിക്കിപ്പോൾ എടുക്കാനുള്ള ആവതില്ലെന്നല്ല, സൗകര്യമില്ല, സമയമില്ല. അതാ, ഇല്ലായിരുന്നെങ്കിൽ ഞാനിത് എടുത്തേനെ എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ ഇപ്പം എന്തായാലും സമയമില്ല. അങ്ങനെ നമ്മുടെ കാറ്റാടിക്കടവ് ട്രക്കിങ് കഴിഞ്ഞ് സൂര്യോദയം കാണാനായിട്ട് വന്നതാണ്. എന്തായാലും സൂര്യോദയം കണ്ടില്ല, പക്ഷേ ട്രക്കിങ് എടുക്കണമായിരുന്നു. നമ്മൾ തുമ്പിതുള്ളം പാറയിൽ പോയി. തുമ്പിതുള്ളം പാറയിൽ നിന്ന് അവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് കുറേ പോയി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സെറ്റ് സ്ഥലമായിരുന്നു. ഇപ്പോൾ നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്ക് അവിടെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അവരെ പ്രൈവസി മാനിച്ചാണ് അവർ ഒന്നും എടുക്കാത്തത്. പിന്നെ എല്ലാവരും ഒക്കെ വന്ന് കാണുന്നവരാരും ഇതുപോലെ ഒന്നും പ്ലാസ്റ്റിക് ഇട്ടുകൊണ്ട് പോകരുത്. പ്ലാസ്റ്റിക് എല്ലാം നമ്മളെപ്പോലെ തന്നെ അവൻ്റെ കൈ ഇരിക്കുന്നുണ്ടോ, അതേ കണക്ക് തിരിച്ചു കൊണ്ടുപോകണം. നമ്മൾ ഒരു കുപ്പി വെള്ളമേ കൊണ്ടുപോകുന്നുള്ളൂ. അതുകൊണ്ടാണ് ആ ഒരു കുപ്പി മാത്രം കൊണ്ടുപോകുന്നത്. നമുക്ക് തികഞ്ഞിട്ടില്ല, വായിക്കാത്ത പുല്ല് പോയി. അപ്പം എന്തായാലും എല്ലാവരും ഒക്കെ വന്ന് കാണുക. സ്ഥലം ഇല്ലാണ്ടാക്കരുത്. അതെ, സ്ഥലം ഇല്ലാണ്ടാക്കരുത്. നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. കാട്ടിൽ കയറി കറാമ്പുറപ്പ് കാണിക്കരുത്. എല്ലാം ഒക്കെ ആണെങ്കിൽ ഇവിടെയൊക്കെ വന്നിട്ട് സെറ്റ് സ്ഥലമാണ്. വരിക, കാണുക, പോവുക.